നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലെ വേർഡ് ടു മദർ എന്നുള്ള കവിതയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് വിജയരാജ മല്ലികയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഒരു ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ പോയറ്റാണ് മലയാളം ലിറ്ററേച്ചറിലത്തെ. അതേപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കവിതകളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ LGBTQ ആ ഒരു എന്താ പറയുക കാസ്റ്റ്, ജെൻഡർ അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് നല്ല രീതിയിൽ എന്താ പറയുക ലിറ്ററേച്ചറിനെ യൂസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. പിന്നെ അവരുടെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോംസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകൾ എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ പോയട്രി കളക്ഷൻ മലയാളമാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പോയട്രി കളക്ഷനാണ് അവർ എഴുതിയിട്ടുള്ള ദൈവത്തിൻ്റെ മകൾ എന്നുള്ള വർക്ക്. പിന്നെ അവരൊരു ലല്ലാബി എഴുതിയിട്ടുണ്ട്. അതായത് ഒരു താരാട്ടുപാട്ട് എന്നൊക്കെ പറയില്ല, അത്തരത്തിലൊരു കവിത എഴുതിയിട്ടുണ്ട്. ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇൻ്റർസെക്സ് ലല്ലാബി ഇൻ വേൾഡ് ലിറ്ററേച്ചർ. എപ്പോഴും എന്താ പറയുക കവിതകൾ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ആൺകുട്ടീനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പെൺകുട്ടീനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ഇത് അങ്ങനെ ഒരു പർട്ടിക്കുലർ സെക്സിലുള്ളൊരു കുട്ടീനെ കുറിച്ചല്ലാതെ ഇൻ്റർസെക്സ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരാളെ എന്താ പറയുക മെൻഷൻ ചെയ്തുകൊണ്ടല്ലാതെ എഴുതിയിട്ടുള്ള ഒരു താരാട്ട് പാട്ടാണ്. അപ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ഇൻ്റർസെക്സ് ലല്ലാബി ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് വേർഡ് ടു മദർ റിയലൈസേഷൻ ഓഫ് റീഡിങ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ഇസ് എ പവർഫുൾ കളക്ഷൻ ഓഫ് പോംസ് ദാറ്റ് ഡിസ്കസസ് ദ ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ജെൻഡർ ആൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. ജെൻഡറിൻ്റെയും അതേപോലെ തന്നെ മനുഷ്യ വികാരങ്ങളുടെയൊക്കെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയട്രി കളക്ഷനാണത്. ദ പോംസ് ഇൻ ദ കളക്ഷൻ ക്വസ്റ്റ്യൻ ദ ബൈനറി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ, അഡ്വക്കേറ്റിംഗ് ദ നീഡ് ഫോർ എ ജെൻഡർ ഇൻക്ലൂസീവ് സൊസൈറ്റി. അതായത് എപ്പോഴും നമ്മൾക്കൊരു ബൈനറി അണ്ടർസ്റ്റാൻഡിങ് ആണ് ജെൻഡറിനെ കുറിച്ചുള്ള. അപ്പോൾ ജെൻഡറിൻ്റെ ബൈനറി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജെൻഡർ എന്ന് പറയുമ്പോൾ രണ്ട് തരമേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പോൾ അങ്ങനെയല്ല, ആ ഒരു ബൈനറി മാത്രമല്ല ഉള്ളൂ, അതിൽ രണ്ടിലും പെടാത്തവരും ഈ ജെൻഡറിൻ്റെ കാറ്റഗറി ഉള്ളവരാണ്, അവർ മനുഷ്യരാണ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു കവിത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആ ഒരു പോയട്രി കളക്ഷനിലത്തെ ഒരു കുഞ്ഞു കവിതയാണ് നമുക്ക് ഈ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണ്. പക്ഷെ അതിൽ ജസ്റ്റ് ആ ലൈനിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൻ്റെ അർത്ഥം, അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോവുകയാണെങ്കിൽ, സൺ മേ ടേൺ ഔട്ട് ടു ബി എ ഡോട്ടർ. മകൻ, ഒരു ആൺകുട്ടി, അവൻ ചിലപ്പോൾ എന്തായിരിക്കും ഒരു ഡോട്ടറായിട്ട് ചിലപ്പോൾ മാറും. നമുക്കറിയാം ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ആൺകുട്ടിയുടെ ആണെങ്കിൽ മനസ്സ് പെൺകുട്ടിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവും, ബോഡി പെൺകുട്ടിയുടെ ആണെങ്കിൽ മനസ്സ് ആൺകുട്ടിയുടെ ആയിരിക്കും. ആ ശരീരവും മനസ്സും തമ്മിലൊരു കണക്ഷൻ ഇല്ലാത്തതിനെയാണ് ട്രാൻസ്ജെൻഡർ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് അവരുടെ ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവർ പറയുന്നത് വെച്ചാൽ സൺ ജനിച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ സണ്ണാണ്, ആൺകുട്ടിയാണ് എന്ന് വിചാരിച്ച് കുട്ടി ചിലപ്പോൾ ഒരു പെൺകുട്ടിയായി മാറാം. വലുതാവുമ്പോൾ ആ ഒരു ഏജ് ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഞാൻ പെൺകുട്ടിയായി ജനിക്കേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു ആവാം. അത് ജനിച്ചപ്പോൾ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച ഒരു കുട്ടി മേ ബി വലുതാവുന്ന സമയത്ത് അവർ ആൺകുട്ടിയാണെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തേക്കാം. വേർഡ് ടു മദർ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അമ്മമാരുടെ ഒരു വാക്ക് പറയാനുണ്ട്, അക്സെപ്റ്റ് യുവർ ചിൽഡ്രൻ ആസ് ദേ ആർ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവരെന്താണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. നിന്നെ ഞങ്ങൾ ഇത്രയും കാലം ആൺകുട്ടിയായിട്ടൊക്കെ അതുകൊണ്ട് നീ ആൺകുട്ടിയായിട്ട് നടന്നാൽ മതി എന്നുകൊണ്ട് ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കരുത്. എന്താണോ ആ ഒരു കാലഘട്ടത്തിൽ അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിരിച്ചറിവിനെ നമ്മൾ അവിടെ അംഗീകരിക്കേണ്ടതുണ്ട്. നൺ അതർ ക്യാൻ പ്ലേ യുവർ റോൾ ആസ് പെർഫെക്റ്റ്ലി ആസ് യു. നിങ്ങൾ അങ്ങനെ അവരെ ഒഴിവാക്കി അവരെ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടെന്ന് അവർ കരുതില്ല. അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. വേറെ ആരൊക്കെ അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം അമ്മ സംരക്ഷിക്കുന്നത് പോലെ അവർ കാണിക്കുന്ന ഒരു സ്നേഹം അറ്റാച്ച്മെൻ്റ് ഒന്നും ഒരിക്കലും അവർക്ക് വേറെ ആരിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ജെൻഡർ ബൈനറിയിൽ വിശ്വസിക്കുക, അതായത് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജനിച്ചപ്പോൾ കരുതിയ ജെൻഡർ എന്താണോ അത് തന്നെ ആ കുട്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിൽക്കരുത്. അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയാണോ അവരെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് നിങ്ങളും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരുപാട് പറഞ്ഞ ജെൻഡർ ബൈനറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് സൊസൈറ്റി, എല്ലാ ജെൻഡറിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യിക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തിനെ കൂടി ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയും ഈ ഒരു 4-5-6 വരികളിൽ പറയുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ എപ്പോഴും വൈഡായിട്ട് വേണം ഈ ഒരു കവിതയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കേട്ടോ.